ഹായ് നമസ്കാരം. ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ ഇപ്പോൾ ഏത് മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്നും ഈ ഒരു സമയത്ത് എന്താണ് നിങ്ങൾ അറിയേണ്ടത് എന്നുള്ളതുമാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസൊനേറ്റ് ആകില്ല. അപ്പോൾ നല്ലതുപോലെ ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് കടക്കാം. എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങൾ അറിയേണ്ടത്? ഏത് മാനസികാവസ്ഥയിലൂടെയാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ കടന്നു പോകുന്നതെന്ന് നമുക്ക് നോക്കാം. എന്തോ ഒരു കാര്യം ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആ ഒരു കാര്യം നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ചതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. വളരെയധികം ദുഃഖത്തോടു കൂടി ആ ഒരു വേദനയിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് പോകുന്നൊരു കാഴ്ചയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. എന്ത് തന്നെ ആയാലും ആ ഒരു കാര്യം നിങ്ങളെ വളരെയധികം തകർത്തതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആർക്കോ വളരെ ആഴത്തിലുള്ള ഒരു സ്നേഹം കൊടുത്തതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. വളരെ ആഴത്തിൽ തന്നെ നിങ്ങൾ ഒരു വ്യക്തിയെ ഇവിടെ സ്നേഹിച്ചിരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ആ ഒരു വ്യക്തിയിൽ നിന്നായിരിക്കാം നിങ്ങൾക്ക് എന്തോ ഒരു തിരിച്ചടി ഇവിടെ ലഭിച്ചതായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആ ഒരു ചിലപ്പോൾ അതൊരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാഹചര്യമായിരിക്കാം കേട്ടോ. ഏതോ ഒരു സാഹചര്യത്തിനെയോ ഒരു വ്യക്തിയെയോ നിങ്ങൾ വളരെ ചിലപ്പോൾ നിങ്ങളുടെ ജോലിയായിരിക്കാം, നിങ്ങൾ വളരെ ഇഷ്ടപ്പെട്ടിരുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അതിൽ നിന്നും എന്തോ അത് നഷ്ടമായതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. ഒരുപക്ഷെ അതൊരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ട മറ്റെന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം. ഇവിടെ ഒരു നഷ്ടം കാണിക്കുന്നുണ്ട്. ഇപ്പോഴും നിങ്ങൾ ആ ഓർമ്മയിൽ തന്നെയാണെന്നാണ് കാണിക്കുന്നത്. ആ പഴയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർമ്മിച്ച് വളരെയധികം വിഷമിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ആക്ഷൻ എടുക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, മുന്നോട്ട് പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. ആ ഒരു കാര്യത്തെക്കുറിച്ച് തന്നെ ആലോചിച്ച് നിങ്ങൾക്ക് എങ്ങും ഒന്നിനും കഴിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ നിങ്ങൾ ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ ഒരു ട്രാൻസ്ഫർമേഷൻ്റെ ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ നിന്ന് പുറത്ത് വരണം, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അതിൽ നിന്ന് പുറത്ത് വരും എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. എന്തോ ഒരു വലിയ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. അതിവിടെ വ്യക്തമായി കാണിക്കുന്നുണ്ട്. ആ ഒരു വേദനയിലൂടെയാണ് നിങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോയതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. എന്തോ രണ്ട് കാര്യം നിങ്ങൾ ബാലൻസ് ചെയ്താണ് കൊണ്ടുപോയത്. അങ്ങനെയൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഈ ഒരു അവസ്ഥ മാറും കേട്ടോ. ഇനി നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഒരു സെലിബ്രേഷൻ വരാൻ പോകുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഒരുപാട് നിങ്ങൾ വിഷമിച്ചെങ്കിൽ പോലും നിങ്ങൾക്കിടയിലേക്ക് ഒരു സെലിബ്രേഷൻ, ഒരു ആഘോഷമൊക്കെ ഇവിടെ കടന്നു വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഈ ഒരു അവസ്ഥ മാറി കിട്ടുമെന്നാണ് ഇവിടെ കാണിക്കുന്നത്. എന്നും നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ തന്നെ കുടുങ്ങത്തില്ല, അതിൽ നിന്ന് നിങ്ങൾ തീർച്ചയായിട്ടും പുറത്ത് കിടക്കുമെന്ന് തന്നെയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, നിങ്ങളൊരു ആക്ഷൻ എടുക്കണമെന്ന് പറയുന്നുണ്ട്. കാരണം നിങ്ങളുടെ മുമ്പിൽ ഇവിടെ രണ്ട് കാര്യങ്ങൾ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ള ഒരു ആശയക്കുഴപ്പം നിങ്ങൾക്കിവിടെ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഇൻറ്റ്യൂഷനോട് ചോദിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഏതാണോ ശരി അതിലോട്ട് നിങ്ങൾ പോകുക എന്നാണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് യൂണിവേഴ്സിന് പറയാനായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്കൊരു ചീറ്റിംഗ് ആരിൽ നിന്നോ ഉണ്ടായതായിട്ട് കാണിക്കുന്നുണ്ട്. ആത്മാർത്ഥമായി നിങ്ങൾ എവിടെയോ പെരുമാറിയിട്ടുണ്ട്. ആ ഒരു സ്ഥലത്ത് നിന്ന് തന്നെ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു ചീറ്റിംഗ് ഉണ്ടായതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല ആ ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് ഇത്രയും വലിയൊരു ചീറ്റിംഗ് ലഭിക്കുമെന്ന്. പക്ഷേ നിങ്ങൾക്ക് അവിടെ നിന്ന് ചീറ്റിംഗ് ലഭിച്ചു. അതിൽ നിന്ന് നിങ്ങൾ സത്യാവസ്ഥ മനസ്സിലാക്കി ആ ഒരു നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരു സ്ഥലത്ത് നിന്നും നിങ്ങൾ നടന്നു നീങ്ങിയതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അത് ദൈവമായിട്ട് തന്നെ നിങ്ങളെ അത് അറിയിച്ചതാണ്. ഈ ഒരു വേദന നിങ്ങൾക്കുണ്ടായത് നിങ്ങൾക്ക് നന്മ വരാനായിട്ടാണ് ഈ ഒരു വേദന യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നതായിട്ട് ഇവിടെ കാണിക്കുന്നത്. ഇല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ സത്യങ്ങൾ അറിയാതെ അവിടെ തന്നെ കുടുങ്ങിപ്പോയി നിൽക്കേണ്ട ഒരവസ്ഥ നിങ്ങൾക്ക്
ഉണ്ടാകുമെന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൽ നിന്നും ദൈവമായിട്ട് തന്നെയാണ് നിങ്ങളെ പുറത്തു കൊണ്ടുവന്നതെന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അത് എന്തായാലും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. അത് ദൈവത്തിൻ്റെ തന്നെ ഒരിതാണ്. ഇനി എന്ത് തന്നെ ആയാലും നിങ്ങൾക്ക് ഒരു വിജയം തന്നെയാണ് ഇവിടെ വരാനായിട്ട് പോകുന്നതെന്നാണ് കാണിക്കുന്നത്. നിങ്ങൾക്കിനി നിങ്ങളെ തന്നെ നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ ഒരു യാത്ര കാണുന്നുണ്ട്. നിങ്ങൾ കൂടുതൽ ശക്തരാകാൻ പോകുന്നു എന്നാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് കേട്ടോ. അതായത് ഇതുവരെയുള്ള വേദനകളിൽ നിന്നെല്ലാം നിങ്ങൾ പുറത്തു വന്ന് നിങ്ങൾ കൂടുതൽ ശക്തരായി, അതായത് ശക്തമായ മനസ്സിന് ഉടമയായിട്ട് മാറാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. ആ ഒരു ഇതിൽ നിങ്ങളെ കൊണ്ട് ചെന്ന് എത്തിക്കുവാനാണ് യൂണിവേഴ്സ് ഇത്രയും കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് തന്നതെന്നാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക്